ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ 3 സ്റ്റാർ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഭയങ്കര സന്തോഷത്തിലാട്ടോ. ഇന്ന് നമ്മൾ കോഴി പൊരുത്തിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചായി നമ്മളെ കോഴികളൊക്കെ വിരിഞ്ഞിറങ്ങിയിട്ടൊക്കെ. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ഇൻക്യുബേറ്ററിൽ കുറച്ച് കോഴിമുട്ടയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ നമുക്ക് ഭയങ്കര നഷ്ടമായി. അപ്പോൾ ഇന്ന് നമ്മളെ കോഴി പൊരുത്തിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് സത്യം പറയുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ കുറേ ആയി നമ്മളെ വീട്ടിലൊരു കുഞ്ഞിക്കാല് കണ്ടിട്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം. ഇപ്പോൾ കോഴികളാണെങ്കിൽ അത്യാവശ്യം മുട്ടയൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് നമ്മളെ കോഴിനെ അടവെക്കാൻ പോവാട്ടോ. അപ്പോൾ അങ്ങനെ ചെറിയൊരു വീഡിയോയും കൂടി ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അറിയാമല്ലോ, നല്ലൊരു ചൂട് ഒരു അവസ്ഥയാണ് നമ്മളെ ഈ ഒരു കാലാവസ്ഥ. അതുകൊണ്ട് നമ്മൾ കോഴിക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുമായിരിക്കും നമ്മൾ ഈ കോഴി ഈ ഒരു വേനൽക്കാലത്ത് അടവെക്കുന്ന സമയത്ത്. അപ്പോൾ എന്തായാലും വേണ്ടില്ല, നമ്മൾ കുറേ ആയിട്ട് നമ്മളെ കോഴി പൊരുത്തിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ബേസനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബേസിൽ ഈ ഒരു ചൂട് കാരണം തന്നെ ഇതേപോലെ കുറച്ച് മേൽമണ്ണായിട്ട് എടുക്കുന്നത് ഞാൻ. നമ്മുടെ മേലാകെ ഒലിച്ച് വന്നിരിക്കുന്ന ആ മണ്ണൊക്കെയാണ്. അപ്പോൾ അതിൽ കുറച്ച് എന്താ പറയുക, മണ്ണ് തന്നെയല്ല, ഒരു ചെറിയൊരു മണൽ രൂപത്തിലുള്ള കുറച്ച്. അപ്പോൾ അതുതന്നെയാട്ടോ ഞാൻ അടവെക്കാൻ സമയത്ത് ഞാൻ ഇതേപോലെ ഒരു മേൽമണ്ണ് തന്നെയാട്ടോ നോക്കിയെടുക്കൽ. അപ്പോൾ മരപ്പൊടിയൊക്കെ ഇടുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. ഇപ്പോൾ ചൂടായതുകൊണ്ട് തന്നെ ഈ ഒരു മണ്ണോ അല്ലെ മണലൊക്കെ എടുക്കുന്നതായിരിക്കും കേട്ടോ നന്നാവാം. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് നമ്മളെ ഈ ഒരു ചൂടായതുകൊണ്ട് തന്നെ ഈ കോഴിപ്പേൻ്റെ ഒക്കെ ശല്യം എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതിനൊന്നും കോഴിപ്പേൻ്റെ ശല്യമൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നമ്മളെ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത നല്ല നാടൻ മഞ്ഞപ്പൊടിയാട്ടോ ഇത്. പിന്നെ മഞ്ഞപ്പൊടിയോ അല്ലെങ്കിൽ മഞ്ഞളുടെ കഷ്ണങ്ങളൊന്ന് ചതച്ചിട്ട് അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നാടൻ മഞ്ഞളാണെങ്കിൽ അതായിരിക്കും കേട്ടോ നന്നാവാം. പിന്നെ ഞാൻ കുറച്ച് വറ്റൽമുളകും കുറച്ച് കരിക്കട്ടയൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കരിക്കട്ടയൊക്കെ ഞാൻ തപ്പിപ്പിടിച്ച് എടുത്ത് കൊണ്ടുവന്നാട്ടോ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ആണി വെച്ച് കൊടുക്കുക, അരിവേപ്പിൻ്റെ ഇല, വെളുത്തുള്ളി അതൊക്കെ ചതച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പം ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ. നമ്മളെ കോഴിക്ക് അടവെക്കാൻ നേരത്ത് ഇത് മാത്രമേ വെക്കുന്നുള്ളൂ. പിന്നെ ആണി ഞാൻ വെച്ചിട്ടില്ല. ഇനി ആണിയൊക്കെ വേണ്ടവർക്കൊക്കെ വെക്കാം കേട്ടോ. പിന്നെ ഈ ഒരു ചൂടത്ത് അടവെക്കുന്ന സമയത്ത് ഒന്നുകൂടി നമ്മളെ കോഴികൾക്കൊക്കെ ഒന്നുകൂടി നല്ലത് ഈ മണലും മണ്ണൊക്കെ തന്നെയാണ് കേട്ടോ. മരപ്പൊടിയൊന്നും ഒരുപാട് തണുപ്പൊന്നും തരില്ല, എന്നാലും മണ്ണെടുത്താലും വലിയ കുഴപ്പമില്ല. കുറച്ച് അത്യാവശ്യം തണുപ്പൊക്കെ കോഴിക്ക് കിടക്കുമ്പോൾ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ഞാൻ എപ്പോഴും അടവെക്കാൻ നേരത്തും മണ്ണ് തന്നെയായിട്ട് എടുക്കൽ. പിന്നെ നമ്മളെ കോഴിമുട്ട നമ്മൾ കോഴിൻ്റെ വലിപ്പത്തിനനുസരിച്ചാട്ടോ നമ്മൾ കോഴിമുട്ട വെച്ച് കൊടുക്കുന്നത്. പിന്നെ എൻ്റെ കയ്യിലുള്ളത് കുറച്ച് വലിപ്പമുള്ള കോഴിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ 13 കോഴിമുട്ട വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളെ കോഴിക്ക്. എത്ര എണ്ണം വിരിയുന്നൊന്നും അറിയില്ല, എന്നാലും ഞാനിവിടെ 13 കോഴിമുട്ട വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഒറ്റ സംഖ്യയിലാണ് നമ്മൾ കോഴിമുട്ടയൊക്കെ വെച്ച് കൊടുക്കൽ. ആദ്യമൊന്നും ഇതിനെക്കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ലായിരുന്നു. പക്ഷേ ഞാനും നമ്മളെ പണ്ടുള്ള പോലെ തന്നെ പണ്ട് നടന്നു വന്നതുപോലെ തന്നെ ഞാനും ഒറ്റ സംഖ്യ ആയിട്ടാട്ടോ കോഴിമുട്ട വെച്ച് കൊടുക്കുന്നത്. ഞാൻ 13 കോഴിമുട്ടയാണ് വെച്ചത്. നമ്മൾ കോഴിനെ അടവെക്കുന്ന ഒരു സമയത്ത് നമ്മളെ വേറെ കോഴികളൊന്നും വന്ന് മുട്ടയിടാത്ത രീതിക്ക് വെക്കുക. എനിക്ക് കുറേ അനുഭവം അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കോഴിമുട്ടയൊക്കെ ഇടുന്ന സമയത്ത് ഇതേപോലെ ഡേറ്റൊക്കെ എഴുതി വെക്കലുണ്ട്. ഇങ്ങനെ ഡേറ്റ് എഴുതി വെക്കരുതെന്നാണ് പറയുക. എന്നാലും നമ്മളൊരു ഉറപ്പിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇതേപോലെ ചെറിയ പെൻസിൽ വെച്ചിട്ടാണ് ഞാൻ ഡേറ്റൊക്കെ എഴുതി കൊടുത്തത്. അപ്പോൾ പെൻസിലൊക്കെ വെച്ചിട്ട് ഇതേപോലെ ചെറുത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിക്ക് വെച്ചാൽ മതി. പിന്നെ കളർ പെൻസിൽ കൊണ്ടൊന്നും വരയ്ക്കാതിരിക്കുക. പിന്നെ നമ്മളെ അടയൊക്കെ വെക്കുന്ന കോഴിമുട്ടയാണെങ്കിൽ അല്ലെങ്കിൽ ഇൻക്യുബേറ്ററിലൊക്കെ വെക്കുന്ന കോഴിമുട്ടയാണെങ്കിൽ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മളെ കോഴിക്കുഞ്ഞിന് വളരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. പിന്നെ വേറെ കോഴികളൊന്നും വന്ന് മുട്ടയിടാത്ത ഒരു സ്ഥലത്ത് വെക്കുന്നതായിരിക്കും നന്നാവുക. ഇവിടെ നമ്മളെ വീട്ടിൽ ഇതേപോലെ അട വെച്ചിരിക്കുന്ന ഒരു സമയത്ത് വേറെ കോഴികൾ വന്ന് അതിൽ മുട്ടയിട്ടിട്ട് നമുക്ക് അറിയാതായിപ്പോയി. ലാസ്റ്റ് കോഴിമുട്ട വിരിയാതായപ്പം ഞാൻ കാൻഡിൽ ടെസ്റ്റ് ചെയ്ത് നോക്കി. നമ്മൾ കോഴിമുട്ട പൊട്ടിച്ച് നോക്കുമ്പോഴാണ് അതിൽ കുഞ്ഞ് ഉണ്ടെന്ന് മനസ്സിലായത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് പിന്നെ ഒരു ഭയങ്കര വിഷമമാണല്ലോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ കോഴികളൊക്കെ അടവെക്കുകയാണെങ്കിൽ വേറെ കോഴികളൊന്നും വന്ന് മുട്ടയിടാത്ത ഒരു സ്ഥലം നോക്കി വെക്കാം. പിന്നെ ഞാൻ ഈ ഒരു ഒഴിഞ്ഞ കൂടിലാട്ടോ നമ്മൾ കോഴിനെ അടവെക്കാൻ പോണത്. പിന്നെ നമ്മളെ ഓഫീസ് റൂമിൻ്റെ അലമാരിൻ്റെ മുകളിൽ തന്നെയാട്ടോ നമ്മളെ കോഴിമുട്ടയില്ല. അപ്പോൾ ആ ഒരു സ്ഥലം തന്നെയാണ് ഇവള് ലക്ഷ്യമിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ കോഴിമുട്ടയൊക്കെ ഇതേപോലെ ഒക്കെ ആക്കി വെച്ച് കൂട്ടിൽ വെച്ചപ്പോൾ അവൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല അതിലിരിക്കാൻ. അപ്പോൾ പിന്നെ ഞാൻ അലമാരിൻ്റെ മേലെ പിന്നെയും കൊണ്ടുപോയി വെച്ചിട്ട് അപ്പോൾ അവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മളെ സ്ഥാനം പിന്നെയും മാറിട്ടോ. അപ്പോൾ ഈ ഒരു ചൂട് സമയത്ത് പിന്നെ തണുത്ത ഒരു സ്ഥലമൊക്കെ നോക്കി വെക്കാൻ നോക്കാം.
പിന്നെ നമ്മൾ വൈകുന്നേരം കേട്ടോ നമ്മൾ കോയിനെ അടവെക്കാൻ എടുത്ത സമയം വൈകുന്നേരമാണ് ഞാൻ കോയിനെ അടവെക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു മണൽ അല്ലെങ്കിൽ മണ്ണ് എടുക്കുന്നത് എന്താ വെച്ചാൽ ഇവർ കുറച്ചും കൂടി കഴിയുമ്പോൾ കുഞ്ഞുങ്ങളൊക്കെ വിരിയാവുന്ന ആ ഒരു സമയമാകുമ്പോൾ ഇവർ തീരെ പുറത്തിറങ്ങാതെ തന്നെ നിൽക്കുകയും ചെയ്യും. പിന്നെ അതിൽ തന്നെ കാഷ്ടിച്ച് വെക്കുകയും ചെയ്യും. പിന്നെ എടുത്ത് പുറത്തേക്ക് ഇടലിൻ്റെ കൂടിയിട്ട് അവരെന്നെ എണീച്ച് പോകണമല്ലോ. അങ്ങനെ അതുകൊണ്ടാട്ടോ മെയിനായിട്ട് നമ്മൾ ഇതിൽ തന്നെ മണ്ണ് വെക്കുന്നത്. എന്താ വെച്ചാൽ കാഷ്ടിക്കാണെങ്കിൽ വലിയ കുഴപ്പമില്ല, മണ്ണൊന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ മരപ്പൊടിയൊക്കെ ആണെങ്കിൽ നമുക്ക് അത് നടക്കൂലല്ലോ. അപ്പോൾ അതുകൊണ്ടാട്ടോ മണ്ണ് തന്നെ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ചൂട് കാലത്ത് നമുക്ക് മണ്ണും മണലൊക്കെ തന്നെയാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര സന്തോഷമാണ് നമ്മളെ കോയിനെ അട വെച്ചുകൊണ്ട്. അപ്പോൾ നമ്മളെ ഇതാക്കുന്ന കൂട്ടിൽ നിന്നൊക്കെ മാറ്റി നമ്മൾ അലമാരിൻ്റെ മുകളിൽ തന്നെ കൊണ്ടുപോയി വെച്ചിട്ടോ. അപ്പോൾ നമ്മളെ കോഴിമുട്ടയൊക്കെ നന്നായിട്ട് തന്നെ ഒതുക്കി വെക്കുന്നുണ്ട് ആൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കട്ടോ. പിന്നെ പുതുതായിട്ട് നമ്മളെ ചാനൽ ആരെയും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ ഇനി ഇവിടെ നമുക്ക് 21 ദിവസം കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും വിരിയായിരിക്കുന്ന ഒരു പ്രതീക്ഷയോടെ അടുത്തൊരു വീഡിയോ കാണാം.